നമ്മൾ തൊട്ടപ്പുറത്താണ് തമിഴ്നാട്. മറ്റ് സ്റ്റേറ്റുകളൊക്കെ നിൽക്കട്ടെ, തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾക്കും കേരളത്തിലെ മുസ്ലിങ്ങൾക്കും തമ്മിൽ എന്താണ് പരസ്പരം താരതമ്യം ചെയ്താൽ കുറവുള്ളത്? തമിഴ്നാട്ടിൽ കേരളത്തിലെ പോലെ സമ്പന്നരായ മുസ്ലിങ്ങളില്ലേ? ഒരുപക്ഷെ നമ്മളെക്കാൾ സമ്പന്നരായ മുസ്ലിങ്ങൾ തമിഴ്നാട്ടിൽ നേരത്തെ ഉണ്ട്, പൂർവികമായുണ്ട്. തമിഴ്നാട്ടിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭൗതികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ അവിടെ മുസ്ലിങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നില്ലേ? ഒരു പരിഗണനയും കുറവില്ല, അവർ പരിഗണന കിട്ടുന്നുണ്ട്. എന്താണ് തമിഴ്നാട്ടിൽ അവർക്ക് വളർച്ച നേടുന്നതിന് തടസ്സമായിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് പണ്ഡിതന്മാരുടെയും മഹാന്മാരായ ഔലിയാക്കളുടെയും ആരിഫ്യങ്ങളുടെയും പൂർവികമായ പാരമ്പര്യം അവർക്കില്ലേ? തീർച്ചയായും നമ്മൾ കേരളത്തിൽ അവകാശപ്പെടുന്നത് പോലെ ഒരുപാട് മഹാത്മാക്കളുടെ പാരമ്പര്യമുള്ള നാടാണത്. ഒരുപാട് മഹാത്മാക്കൾ നമ്മൾ സ്ഥിരമായി പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ചൊല്ലുന്ന ഒരു പദ്യസമാഹാരമുണ്ട്, കുതുബിയത്ത്. ആ മനോഹരമായ കുതുബിയത്ത് ആവിഷ്കരിച്ചത്, അത് രചന നടത്തിയതാരായിരുന്നു? മഹാനായ ഷെയ്ഖ് സദഖത്തുല്ലാഹുൽ ഖാഹിരി. അത് തമിഴ്നാട്ടുകാരനായ മഹാപണ്ഡിതനാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന മഹാപണ്ഡിതൻ. നമ്മുടെ കൊച്ചു കുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന അധിക ആളുകളും ദർസിൽ കുറച്ചും പഠിച്ചവരാ. ആദ്യം പഠിക്കുന്ന കിതാബുകളാണ് മീസാനും അജ്നാസും. അത് രചിച്ചതാരാണ്? തമിഴ്നാട്ടിലെ ഷെയ്ഖ് മുഹമ്മദ് ആലിം അവർകളാണ്. അതുപോലെ നമ്മുടെ അല്ലഫ് എന്ന പ്രശസ്തമായ ഗീതം മനോഹരമാണ്, നിങ്ങൾക്ക് അറിയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാം. ആരാണ് രചിച്ചത്? തമിഴ്നാട്ടിലെ ഷെയ്ഖ് ഉമറുൽ ഖാഹിരി അവർകളാണ്. നമ്മുടെ പ്രശസ്തമായ ജലാലിയ റാത്തീബ് ഇവിടെ മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട്. അത് മനോഹരമായി ക്രോഡീകരിച്ചത് തമിഴ്നാട്ടിലെ പണ്ഡിതനാണ്. അറിയപ്പെട്ട തഫ്സീറായ തഫ്സീറുൽ ബൈലാവിക്ക് ഹാഷി എഴുതിയ പണ്ഡിതന്മാർ തമിഴ്നാട്ടിൽ കടന്നുപോയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഒരുപാട് മഹാത്മാക്കളുടെ പാരമ്പര്യം നമ്മളെ പോലെ അവർക്കുമുണ്ട്. അവർ ചില്ലറക്കാരൊന്നുമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ആരിഫ്യങ്ങളെയും സിയാറത്ത് ചെയ്യാൻ നമ്മൾ അങ്ങോട്ടാണ് പോകാറുള്ളത്. നിങ്ങൾക്കറിയില്ലേ, നമ്മൾ മുത്തുപേട്ടയിലും നാഗൂരിലും കീഴക്കരയിലും ഒക്കെയാണ് പോകുന്നത്. വേണ്ട, നമ്മുടെ കേരളത്തിന്റെ യശസ്, അഭിമാനം എന്ന് പറയുന്ന മഹദൂമികൾ അത് അവിടെ നിന്നിട്ട് കടന്നു വന്നവരാ. അറുനാട്ടിൽ നിന്ന് മഴുപർ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് 100 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന തമിഴ്നാട്ടിന്റെ ഭാഗത്താണ് അവർ ആദ്യം വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അവർക്ക് ഈ പറഞ്ഞ ഔലിയാക്കളെയും ആരിഫ്യങ്ങളെയും സ്വാലിഹ്യങ്ങളെയും മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പാരമ്പര്യമുണ്ട്. എന്താണ് അവർ കുറവുള്ളത്? സത്യത്തിൽ മുസ്ലിം ലീഗ് എന്ന ആശയം അതുവരെ രാജ്യത്ത് ഭാവിയിൽ ഇല്ലാതെ പോയാൽ വമ്പിച്ച പ്രതിസന്ധി ഭാവി മുസ്ലിം സമൂഹം നേരിടുന്ന ദീർഘദർശനം നടത്തിയ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ജന്മം നൽകിയ നാടാണ് തമിഴ്നാട്. എല്ലാം അവർക്കുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഈ അഭിമാനകരമായ നിലനിൽപ്പിന്റെ ഒരു ചെറിയ ശതമാനം പോലും അവർക്കില്ലല്ലോ. മതപരമായ ഒരു വളർച്ച അവർക്കില്ലല്ലോ. ഭൗതികമായ ഒരു ഉയർച്ച അവർക്കില്ലല്ലോ. എന്തേ അവർക്ക് പറ്റിപ്പോയത്? ഇന്നിപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ SNECയുടെ നേതൃത്വത്തിൽ പുതിയ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉയർന്ന ആളുകൾ സമ്പത്ത് വേണമെങ്കിൽ ഞങ്ങൾ എത്രയും തരാം, നിങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകണം, നമ്മുടെ ആവശ്യമായ സ്ഥാപനങ്ങളും പുരോഗതികളും ഉണ്ടാക്കാൻ വേണ്ട ചെയ്തവർ എന്ന് പറയുന്ന സമസ്തയോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കി, എന്താണ് അവിടെ കുറവുള്ളത്? എന്താണ് ഇവിടെ അവർക്കില്ലാത്ത നേട്ടം ഉണ്ടാക്കിയത്? ഒരു സംശയം വേണ്ട, താരതമ്യം ചെയ്താൽ എല്ലാം ശരി. ഇവിടെ ഉള്ളതൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഇല്ലാതെ പോയത് സമസ്ത കേരള ജംഇയ്യത്തുലമയെ പോലുള്ള പണ്ഡിത സംഘടനയുടെ സാന്നിധ്യമാണ്. നിങ്ങൾ പറയും ഒരു പക്ഷേ അവിടെ മുസ്ലിം ലീഗ് ശക്തിയില്ലാത്തതാണ് കാരണം. അത് ശരിയാണ്. ഭൗതികമായ പുരോഗതി അവിടെ മുസ്ലിങ്ങൾക്ക് നേടിയെടുക്കാൻ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം അവിടെ ശക്തമല്ല. പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം അവിടെ ശക്തമാകാതെ പോയി? അതൊക്കെ ചിന്തിക്കേണ്ടതാണ്. കേരളത്തിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ശക്തമായി? വളരെ ഗൗരവകരമായ വിഷയമാണ്. മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെടുന്ന 1948-ലാണ്. 1948 സമസ്ത കേരള ജംഇയ്യത്തുലമ സ്ഥാപിക്കപ്പെടുന്നതോ 1926. സമസ്ത രൂപീകരിച്ച് 26, 22, 42 വർഷം കഴിഞ്ഞിട്ടാണ് മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെടുന്നത് കേരളത്തിൽ. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവറല്ലാഹു മർഖദഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെ ദീർഘദർശനം, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായി സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹം ഭക്തനായ സുന്നത്ത് ജമാഅത്തിന്റെ മഹാനായ ആത്മീയ നായകനായിരുന്നു. അദ്ദേഹത്തെ ജനങ്ങൾക്ക് വിശ്വാസമായിരുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിംപ്പെട്ട മുജാഹിദുകൾക്ക് മാത്രമല്ല, ജമാഅത്തുകാർക്ക് മാത്രമല്ല, തബ്ലീഗുകാർക്ക് മാത്രമല്ല, അമുസ്ലിങ്ങളായ ആളുകൾ പോലും മലബാറിന്റെ സുൽത്താൻ എന്നൊക്കെയാണ് അന്നത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അദ്ദേഹം സ്റ്റേജിൽ കടന്നു വരുമ്പോൾ അഭിസംബോധന ചെയ്തിരുന്നത്. അങ്ങനെ സുൽത്താനായിരുന്നു അദ്ദേഹം. സർവ്വസ്വീകാരന്റെ മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് സ്ഥാപിച്ച് മുസ്ലിം ലീഗ് വളർത്തിക്കൊണ്ടുവന്ന് മുസ്ലിം ലീഗിനെ ഭരണത്തിൽ വരെ കൊണ്ടുവരുന്ന സാഹചര്യം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായി. പക്ഷേ ഇതെന്തുകൊണ്ട് 926 സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിച്ച് നീണ്ട 22 വർഷക്കാലം കേരളീയ മുസ്ലിം സമൂഹത്തെ മതപരമായ അസ്തിത്വ ബോധമുണ്ടാക്കി യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കേണ്ടത് അനിവാര്യത ബോധ്യപ്പെടുത്തി അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി മുസ്ലിം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ അനന്തരഫലമായി ഉണ്ടായൊരു പ്രൊഡക്റ്റാണ് സത്യത്തിൽ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ശക്തി പോലും. തമിഴ്നാട്ടിൽ അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുലമ ഉണ്ടാകാതെ പോയി, ഇതര സംസ്ഥാനങ്ങൾ ഉണ്ടാകാതെ പോയി. മറ്റെവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേകത സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന ഈ പണ്ഡിത സഭയുടെ സാന്നിധ്യം കൊണ്ട് ഈ 97 വർഷക്കാലം ലോക മുസ്ലിം രാജ്യങ്ങൾക്കും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്കും മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു മുസ്ലിം അഭിമാന കേന്ദ്രമായി സത്യത്തിൽ കേരളീയ മുസ്ലിം സമൂഹം മുസ്ലിങ്ങൾക്ക് മാതൃകയായി. യാഥാർത്ഥ്യമല്ല ഇത്? നമ്മുടെ വളർച്ചയുടെ വികാസങ്ങളിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സമസ്ത ഒരൊറ്റ കാര്യം ചെയ്തു.
ഈ 97 വർഷക്കാലത്തെ ചരിത്രം നമ്മളിങ്ങനെ 1 by 1 ആയി പരിശോധിച്ചാൽ, സമസ്ത മിനിസ് പരിശോധിച്ചാൽ അറിയാം, സമസ്ത നിതാന്തമായി ഒരു ടെലസ്കോപ്പുമായിരിക്കുകയാണ്, വളരെ ജാഗ്രതയോടുകൂടി നോക്കിയിരിക്കുകയാണ്. സമസ്ത ചില്ലറ കാര്യമല്ല ചെയ്ത്. എവിടെയാണ് മുസ്ലിം ഉമ്മത്തിൽ പെശക് വരുന്നത്, ആരാണ് അബദ്ധം ചെയ്യുന്നത്, ആരാണ് പരിശുദ്ധമായ ആദർശ ആളുകളെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആരാണ് കുഴപ്പക്കാർ, അവരാശയം എന്താണ്, പുതിയ ആശയം, എവിടെ പുതിയ ചിന്തകളുമായി ആര് വന്നാലും ശരി, അത് സുന്നിയുടെ ലേബിളിൽ വരുന്ന ഷെയ്ഖന്മാരായിരുന്നാലും ശരി, വ്യാജ ഷെയ്ഖന്മാരായിരുന്നാലും ശരി, മതത്തിൽ പരിഷ്കരണവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന നവീനവാദികളായിരുന്നാലും ശരി, ഏത് വിഭാഗക്കാരായിരുന്നാലും ശരി, നേർരേഖയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആരൊക്കെ വന്നാലും ശരി, അവരെക്കുറിച്ച് പഠിക്കാൻ സബ് കമ്മിറ്റി വെക്കും. ആ സബ് കമ്മിറ്റി വിശദമായി പഠിക്കും. ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 2-3 വർഷം എടുക്കും. അത് പഠിച്ച് സമഗ്രമായി വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് മുഷാവറുടെ മേശപ്പുറത്ത് വെച്ചാൽ ആ മുഷാവർ 40 പണ്ഡിതന്മാരുടെ റിപ്പോർട്ട് വിശകലനം ചെയ്യും. അവർ ബോധ്യപ്പെട്ട കാര്യമാണെങ്കിൽ തന്നെ ഒറ്റയടിക്ക് തീരുമാനം എടുക്കൂല. ഒരൊറ്റ ഉദാഹരണമാണ്, ഏറ്റവും നമ്മളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ആലുവ തരീഖത്തെ കുറിച്ചൊരു തീരുമാനം. തരീഖത്ത് തെറ്റാണെന്ന റിപ്പോർട്ട് വന്നു, കൃത്യമായ തെളിവുകളൊക്കെ ക്രോഡീകരിച്ച് മുഷാവറയിൽ വന്നു. പക്ഷെ മുഷാവറ ഒരു തെറ്റായ തരീഖത്താണ്, നമ്മൾ വിട്ടു നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് മുമ്പ് അതിന് ഷെയ്ഖ് അന്ന് ജീവിച്ചിരുന്നു. ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മളൊരു പ്രശ്നം പരാതി പറയുമ്പോൾ, ഒരു കുറ്റാരോപണം നടത്തുമ്പോൾ എന്തൊക്കെ തെളിവുകളും ശരി, നേർക്കുന്നവരാണോ ചോദിച്ചിട്ട് ഇത് ഉറപ്പുവരുത്തൽ ആവശ്യം. ഞാൻ നിങ്ങൾ ഉദ്ദേശമാതിരി അല്ല എന്ന് പറഞ്ഞാലോ? തീരുമാനിച്ചല്ലോ സമസ്ത 5 അംഗ പണ്ഡിത സഭ കോഴിക്കോട്ടേക്ക് ആ ഷെയ്ഖിന് വരാൻ മടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ അദ്ദേഹത്തിന് നാട്ടിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ആലുവയിൽ വെച്ച് ഒരിടത്തിരുന്ന് അദ്ദേഹത്തെയും കൂട്ടി ഈ കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന് സമർപ്പിച്ചു. നിങ്ങളെക്കുറിച്ച് ഇന്ന തെറ്റുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, നിങ്ങളെ തരീഖത്തിലുണ്ട്, അതുകൊണ്ട് സമസ്ത നിങ്ങൾ എതിർക്കാൻ പോവുകയാണ്, എന്തെങ്കിലും വിശദീകരണം നൽകാണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൂടെയുള്ള ആളുകളും പറഞ്ഞു, ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ ഇതിനുള്ള വിശദീകരണം തരാമെന്നാണ്, എഴുതി കൊടുത്തേക്കാം. ആ 2 ദിവസം വെയിറ്റ് ചെയ്തു. എന്നിട്ട് മറുപടി ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, നാളെ റബ്ബിന്റെ മുമ്പിൽ ഇതിന് മറുപടി പറയേണ്ടതെന്ന് ബോധ്യം നമ്മുടെ ആലിമ്യങ്ങൾക്കുണ്ട്. പടച്ചോനെ ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. പിന്നെയാണ് സമസ്ത കേരള ജമാഅത്ത് പ്രഖ്യാപിച്ചത്, ജനങ്ങളെ വിളിച്ചു പറഞ്ഞത് തെറ്റായ തരീഖത്താണ്. സെയിം കേസാണല്ലോ തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയത്തിലും. തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിച്ച് അത് ബിദ്അത്തിന്റെ സംഘമാണ് തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ചെയ്ത് അതിന്റെ കേരളത്തിൽ അമീറിനെന്ന് കാഞ്ഞാർ മൂസ മൗലാന, അദ്ദേഹം മരണപ്പെട്ടു പോയി. അക്കാലത്ത് വാട്സപ്പില്ല, മെയിൽ അയക്കാൻ സംവിധാനമില്ല. അന്നത്തെ വഴി രജിസ്റ്റേർഡ് കത്തയക്കാനുള്ള ഉറപ്പുള്ള കത്താണ്. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് രജിസ്റ്റേർഡ് കത്തെന്ന് അറിയില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്തൊരു കത്ത് തപ്പാൽ അയച്ചാൽ ആ കത്ത് അക്നോളജ്മെന്റ് വെച്ചാൽ ആ കത്ത് ആൾക്ക് കിട്ടിയെന്ന് തിരിച്ചിവിടെ മറുപടി വരും. അക്നോളജ്മെന്റ് നമ്മളെ കയ്യിൽ കിട്ടും, അയാൾ കത്ത് സ്വീകരിച്ചു, അപ്പോൾ ഉറപ്പായാലും കത്ത് കിട്ടി. ഇതേപോലെ കാഞ്ഞാർ മൂസ മൗലാനക്ക് സമസ്ത മുഷാവറ കത്തയച്ചു. നിങ്ങളുടെ അഖീദയിൽ ഇന്ന തെറ്റുകളുണ്ട്, അത് നിങ്ങൾ തിരുത്തണം, അത് നിങ്ങൾക്ക് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ബിദ്അത്തിന്റെ സംഘമാണ് തീരുമാനിക്കാൻ സമസ്ത പോവുകയാണ്. ഇത് സുന്നത്ത് ജമാഅത്തിന് എതിരല്ലാത്ത എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ഈ കിതാബുകളെ, ഈ ഇബാറത്തുകൾക്ക്, ഉദ്ധരണികൾക്ക് നൽകാണ്ടെങ്കിൽ നൽകണം എന്ന് പറഞ്ഞ് സമയം കൊടുത്തല്ലോ. പറഞ്ഞ ദിവസം മുഴുവൻ കാത്തിരുന്നു, അവരെ മറുപടി വന്നില്ല. എന്നിട്ട് തീരുമാനം പ്രഖ്യാപിക്കാനിരിക്കുമ്പോൾ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ നവ്വറല്ലാഹു മർഖദ മഹാനുള്ള ഉസ്താദ്മാരോട് പറഞ്ഞു, തങ്ങൾ പറഞ്ഞു, ഉസ്താദ്മാരെ ഒരു 3 ദിവസം എനിക്ക് അനുവദിച്ചാൽ ഞാൻ ഇടപെടട്ടെ, എങ്ങനെയെങ്കിലും നേരെയാവട്ടെ. ബാഫഖ് തങ്ങൾക്ക് വേണ്ടി 3 ദിവസം ഒഴിവാക്കി കൊടുത്തു. എന്നിട്ട് വെയിറ്റ് ചെയ്യാന്ന് വെച്ചു. ബാഫഖ് തങ്ങൾ അവരുമായി ബന്ധപ്പെട്ടു. ഈ ഫയൽ എടുത്തിട്ട് എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ അവർക്കൊരു വിശദീകരണം നൽകാനില്ല. ബാഫഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രഖ്യാപിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനം പ്രഖ്യാപിച്ചത്. സമസ്ത സൂക്ഷ്മമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത്. അങ്ങനെ അതിസൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് എവിടെയാണ് ബിദ്അത്തുള്ളത് അവിടെ തുറന്നു കാണിച്ചുകൊണ്ട്, ഈ സിദ്ധന്മാർ വ്യാജന്മാരാണോ അവരെ തുറന്നു കാണിച്ചുകൊണ്ട്, എവിടെയാണ് കാപട്യങ്ങളിൽ അത് തുറന്നു കാണിച്ചുകൊണ്ട്, സംഘടനാ വിരുദ്ധ ശൈലികൾ സ്വീകരിക്കുന്നുണ്ടോ അത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് യൗമുൽ ഖിയാമത്ത് വരെ നിലനിൽക്കണമെന്ന കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമസ്ത നിതാന്ത ജാഗ്രതയോടുകൂടി എല്ലാ കാര്യങ്ങളും അപ്പോൾ തീരുമാനമെടുത്തുകൊണ്ട് ഈ 97 വർഷക്കാലം മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ വ്യതിരിക്തത. ഈ വ്യതിരിക്തത ഇതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ദുബൈയിൽ നമ്മൾ പോയാൽ, അബുദാബിയിൽ പോയാൽ, ഖത്തറിൽ പോയാൽ, കുവൈത്തിൽ പോയാൽ ഒരു 20 കൊല്ലം കൊണ്ട് എന്തൊരു ചേഞ്ചാ വന്നുവോ? 20 വർഷം മുമ്പ് ഒരു 3/4 അറബികളും പള്ളികൾ തറാവീഹ് റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. ഈ സലഫികളുടെ നിരന്തരമായ ബോധവൽക്കരണം, ലഘുലേഖകൾ, പഴയകാലത്ത് സീഡികൾ പള്ളിയിൽ ഇങ്ങനെ കൊണ്ട് സൗജന്യമായി വിതരണം ചെയ്ത് ഇപ്പോ ശരിക്കൊരു തറാവീഹ് റക്അത്തിന്റെ പള്ളി കിട്ടണമെങ്കിൽ ഇന്ന സ്ഥലത്ത് അവിടെ പോകണം. അവിടെ പോയാലോ
അവിടെ പോയാൽ 4 റക്അത്ത് കുറേ പോയി, 8 റക്അത്ത് കുറേ പോയി, 12 റക്അത്ത് കുറേ പോയി, അവസാനം ഈ 20 റക്അത്ത് നിസ്കരിക്കാൻ കുറച്ച് പാകിസ്ഥാനികളും കുറച്ച് മലയാളികളും 2 or 4 അറബികളും അവരെ മാറ്റി തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങൾ ധരിച്ചു വച്ച ഈ ആശയം തെറ്റാണ്, സലഫികളുടെ ദുഷ്പ്രചരണമാണ്, ഖുർആൻ ദുർവ്യാഖ്യാനമാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് വ്യവസ്ഥാപിതമായി ബോധവൽക്കരിച്ച് അവർ നേർരേഖയിൽ നിർത്താൻ അവർക്കൊരു സംഘടന, അവിടെ ഒരു സംസ്ഥയില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് വല്ലാത്തൊരു സംവിധാനമാണ്. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അടിസ്ഥാനപരമായി ഈ ആദർശത്തിൻ്റെ, ഈ സത്യസന്ധമായ ആദർശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും ആവശ്യമായ മറ്റ് ഭൗതിക സംവിധാനങ്ങളും വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഉയർത്തി വളർത്തി കൊണ്ടുവന്ന് നമ്മൾ നേർരേഖയിൽ നയിച്ചുകൊണ്ടിരിക്കുക. ആ സമസ്ത പൊളിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ സമസ്ത നിതാന്ത ജാഗ്രത പുലർത്തട്ടെ. അത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിരുന്നു, അപ്പുറത്തുള്ള ആളുകളായിരുന്നു, ഇപ്പുറത്തുള്ള ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല. സമസ്തക്ക് ഒരേ ഒരു ലക്ഷ്യമാണുള്ളത്. ഈ പരിശുദ്ധമായ ദീൻ അതിൻ്റെ ഒറിജിനാലിറ്റിയോടുകൂടി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെന്നത് ഇസ്ലാമിക താല്പര്യമാണ്. അത് കൃത്യമായി ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ പഠിപ്പിച്ചത് യഥാർത്ഥ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത നിരവധി ഹദീസുകൾ കാണാം. അതിൽ മുസ്ലിമിന്റെ ഒരു ഹദീസ് മാത്രം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി കൊടുക്കാൻ അവസരപ്പിക്കാം. അൻ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു സ്വഹാബി വരൻ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം എന്നാണ്. എൻ്റെ ഉമ്മത്ത് മൊത്തം ഇജാബത്തിന് ഉമ്മത്ത് മൊത്തം എന്നല്ല, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ത്വായിഫത്ത് ഖായിമിന അലാ അംരില്ലാ, അല്ലെങ്കിൽ ലാഹിദിന ഹഖ്, ഇങ്ങനൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അവർ ഈ സത്യമാർഗത്തിൽ യഥാർത്ഥ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ടേയിരിക്കും. എത്ര കാലം? 10 നൂറ്റാണ്ട് കാലമാണോ? 20 നൂറ്റാണ്ട് കാലമാണോ? അതൊക്കെ ശേഷം തങ്ങൾ പറയുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് തങ്ങൾ പറഞ്ഞു, അത്തരം ആളുകളെ പ്രതിസന്ധിയിൽ അകപ്പെടുത്താൻ ചില ആളുകൾ രംഗത്ത് വരും. അത്തരം ആളുകൾക്ക് സഹായം നൽകാതെ ചില ഘട്ടങ്ങൾ അവരെ കൈയൊഴിക്കാൻ രംഗത്ത് വരും. അത്തരം ആളുകളെ എതിർത്തുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരും. പക്ഷെ ആരെതിർത്താലും ശരി, ആര് കൈയൊഴിക്കാൻ ശ്രമിച്ചാലും ശരി, ഹബീബായ തങ്ങൾ പറയാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല, യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല. മൻ ഖദലഹും, അവരെ കൈയൊഴിക്കാൻ ആളുകൾ വന്നാലും ശരി. നിങ്ങളിങ്ങനെ ആദർശത്തെ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തൽക്കാലം ഞങ്ങളെ സഹായം കിട്ടൂല കേട്ടോ, ഇത് മുന്നോട്ട് പോകുന്ന നമ്മൾ അംഗീകരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരും. പക്ഷെ അവിടെ ഉറച്ചു നിന്നാൽ അവർക്ക് ഈ ശല്യക്കാരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, ഔ ഖാലഫഹും, അല്ല ചില ആൾക്ക് സഹായിക്കും കൈയൊഴിക്കുമെന്ന് മാത്രമല്ല സഹായിക്കില്ലെന്ന് മാത്രമല്ല, നേരെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നാലും ശരി, സത്യം മാത്രം പറയുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്റുഹും, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കൂല കേട്ടോ, അവർക്കൊന്നും കഴിയില്ല. ആ ഒരു വിഭാഗം ആദർശത്തെ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയും ഹത്താ യഅ്തിയ അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ ആ ദിവസം വരുന്നവരെ, ആ നിർദ്ദേശം വരുന്നവരെ. അതെപ്പോഴാ? അത് അവസാന ഘട്ടം മഹ്ദി ഇമാം വന്നിട്ട്, ഈസ നബി വന്നിട്ട്, ദജ്ജാലിനൊക്കെ കൊന്നിട്ട്, അവസാനം റീഹുൻ തയ്യിബ ഹദീസിൽ പറയുന്നുണ്ട്, ഒരു വിശുദ്ധമായ കാറ്റിങ്ങനെ പതുക്കെ ആഞ്ഞു വീശും, അതോട് മുഅ്മിനീങ്ങളൊക്കെ മരണപ്പെട്ടു പോകും. അതുവരെ ഈ പരിശുദ്ധമായ ദീന്റെ യഥാർത്ഥ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു വിഭാഗം എക്കാലം ഇവിടെ നിലനിൽക്കുമെന്ന്, അവർക്ക് ആരെതിർത്താലും ശരി അതൊന്നും അവർക്ക് ബാധകമാകില്ല, ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറപ്പിച്ചും ഉറപ്പിച്ചു പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ കടന്നു പോകുന്നതാണ് ഈ ആദർശം. ഇപ്പോൾ 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടു. കേരളത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ആദർശത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തിയത്, ഈ ഉമ്മത്തിനെ ഉറപ്പിച്ചു നിർത്തിയത് അന്ന് മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും വാഴക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരും സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കാത്തങ്ങൾ ഉൾപ്പെടെയുള്ള പൂർവികരായ പണ്ഡിതന്മാരെ ഉറച്ചു സ്റ്റേണായി നിന്നു. എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ലാ യദ്റുഹും, ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിട്ടില്ല, അവരത് അതിജീവിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലാണ് ഇക്കാര്യം. ഇത് നമ്മുടെ ചില ആളുകൾ പറയുകയാണ്, ആദർശത്തിൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ചെറിയ ചില കോംപ്രമൈസ് നമ്മൾ തയ്യാറാക്കണം. അങ്ങനെ കണ്ട് മുജാഹിദിനെ എതിർക്കേണ്ട, അങ്ങനെ ജമാഅത്തിനെ എതിർക്കേണ്ട. എന്താ അവരെ പ്രധാനപ്പെട്ട ആൾക്കാർ നമ്മളെ കോളേജിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു ക്ലാസ് എടുപ്പിച്ചാൽ, എന്താ നമ്മൾ അവരെ പരിപാടി പോയി ഉദ്ഘാടനം ചെയ്താൽ, എന്താ നമ്മുടെ ക്യാമ്പിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയച്ചാൽ, ഈ തരത്തിലുള്ള ഒരു ചിന്താഗതിയുമായി ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് അത്യന്തം അപകടകരമാണ്. സമസ്ത കേരള ജമാഅത്ത് ഒരൊറ്റ പ്രത്യേകത, കേരള മുസ്ലിം ഉമ്മത്തിനെ മാതൃകാപരമായി നിലനിർത്തിയതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആദർശത്തിൽ ചാഞ്ചല്യമില്ലാതെ, ഒരണുവിട വെട്ടുവീഴ്ച ചെയ്യാതെ, ഈ സുന്നത്ത് ജമാഅത്തിൽ ഒരു കോംപ്രമൈസും പോകാതെ ഈ ഉമ്മത്തിനെ ഈ നിലയിൽ വളർത്തിക്കൊണ്ടുവന്നു. നിങ്ങൾ തൊട്ടപ്പുറത്തെ സ്റ്റേറ്റ് പോയി നോക്കി, മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവിടെ സലഫി പള്ളിച്ച അവരായിക്ക് പോകും,
ഇപ്പുറത്തെ ജമാഅത്തുകൾ അവർക്ക് അതിലേക്ക് പോകും, ഇപ്പുറത്ത് ഖാദിയാണെങ്കിൽ അങ്ങോട്ട് പോകും. അതൊന്നും വ്യത്യാസം അവർക്ക് തിരിച്ചറിയില്ല. ഇത് നമ്മൾ വല്ലാത്തൊരു വിഭാഗമാണ്. നമുക്ക് മുജാഹിദ് എന്താ കുഴപ്പം 1 by 1 എണ്ണി പറയാൻ സാധിക്കും. എന്താ ജമാഅത്ത് ഇസ്ലാമിന്റെ കുഴപ്പം നമ്മുടെ ആളുകൾക്ക് അറിയും. എവിടെ പോകാൻ പറ്റും, എവിടെ പോകാൻ പറ്റില്ല കൃത്യമായി തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുന്ന ഒരു വിഭാഗമായി മുസ്ലിം സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്ത് ഒരു പരിശുദ്ധമായ വിഭാഗമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് നിലനിർത്തി ഇക്കാലം അത്രയും മുന്നോട്ട് കൊണ്ടുപോയത്. അതിനെതിരെ അത്ര വേണ്ട ചില വിട്ടുവീഴ്ചകളും ചില കോംപ്രമൈസുകളും ഒക്കെ വിധേയകളുമായി വേണം, അത്ര പ്രശ്നമാക്കേണ്ടതില്ല എന്നൊരു നിലപാടുമായി ഒരു വിഭാഗം രംഗത്ത് വരുമ്പോൾ അതിനെതിരെ നിതാന്ത ജാഗ്രതയുമായി മുൻകാലത്തെ പൂർവികരെ പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് നിലവിലുള്ള ചില്ലറ പ്രശ്നങ്ങൾ. അതിന് വലിയ പ്രതിസന്ധിയായി കാണുന്നു വേണ്ട. മഹാനായ മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ വാക്ക് കടമെടുത്താൽ ഇത് പ്രതിസന്ധിയല്ല, ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. ചില ആളുകളൊക്കെ കൊഴിഞ്ഞു പോകേണ്ടി വരും. സമസ്ത അതിർത്തിയ ഘട്ടത്തിൽ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അതന്നെയാണ് സത്യം. ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാത്ത ആളുകളെ കൊണ്ട് ഒരു കാര്യമില്ലല്ലോ സമസ്തക്ക് ദോഷമുണ്ടാക്കുകയല്ലാതെ. ഇത് യഥാർത്ഥത്തിൽ ഈ പുതിയ രീതിയിലേക്ക് വാഫി സംവിധാനത്തെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ സമസ്ത ഇടപെട്ടു. അതാണ് പ്രശ്നം. അല്ല, സമസ്തയും മുസ്ലിമും തമ്മിൽ പ്രശ്നമല്ല. അത് തെറ്റായ ധാരണ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിരന്തരം പ്രചരിപ്പിക്കുക. കളവുകളുടെ പരമ്പരകൾ. ഇപ്പൊ ഈ നാളെ ഏതാ പുതിയ കളവ് നമുക്കൊന്നും അറിയില്ല. നാളെ കാണും സോഷ്യൽ മീഡിയയിൽ. അത് ആകർഷകമായ പോസ്റ്റർ എത്ര വലിയ ഡിസൈൻ ചെയ്ത് ഇറക്കുക. മറ്റന്നാ വേറെ കളവ്, അതിനെ പറ്റിയത് വേറെ കളവ്. കളവുകളുടെ പരമ്പരകൾ. ഈ കളവുകൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നാളെ ആഖിറത്തിൽ വരുമ്പോൾ കാണാൻ സാധിക്കും എന്താണ് സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടകരമായ രീതിയിലാണ് സഹോദരന്മാരെ പോക്ക്. ഇവിടെ കൃത്യമായി ചില ആളുകൾ പറയുന്നത് നമ്മളിപ്പോൾ വാഫിനെ അങ്ങനെ എതിർക്കാൻ പോകുന്നില്ല, അതിന് സമസ്ത ഒരു തീരുമാനം, ഉറച്ച തീരുമാനം എടുത്തിട്ടില്ല, അവരങ്ങനെ എതിർക്കാൻ പറഞ്ഞിട്ടില്ല, അവരുമായി ബന്ധവിച്ഛേദം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നത്. ഞാൻ അവരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി സമസ്ത മുഷാവറയുടെ തീരുമാനം ശ്രദ്ധയിൽപ്പെടുത്താം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ 1/4/2023 എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ ഏപ്രിൽ 1 എടുത്ത തീരുമാനം അബ്ദുൽ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ലെന്ന് യോഗം പ്രഖ്യാപിച്ചു. അവരോട് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചു. അതന്നെയല്ലേ ബന്ധവിച്ഛേദം. എനിക്ക് മനസ്സിലാണ് ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അങ്ങനെ വാഫി സിസ്റ്റവുമായി ബന്ധവിച്ഛേദവും സമസ്ത പ്രഖ്യാപിച്ചത്, അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ എതിർക്കാൻ പോകണ്ട എന്ന് പറയുന്ന ചില നല്ല ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ അവർ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ വളരെ കൃത്യമായി ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ അയാൾ സെക്രട്ടറി സ്ഥാനത്ത് മാറിയില്ലേ. അതുകൊണ്ട് തന്നെ സമസ്ത കേരളം ദീർഘവീക്ഷണത്തോടെ പറഞ്ഞത് അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ, അദ്ദേഹത്തിന് പങ്കാളിത്തേ ഉള്ളൂ. ആ ജനറൽ സെക്രട്ടറി ആക്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇദ്ദേഹമാണ് എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ വാഫി സ്ഥാപനം ക്ലാസ് ഉദ്ഘാടനം നടത്തുന്നതും ക്യാമ്പ് നേതൃത്വം നൽകുന്നതും ക്ലാസ് എടുക്കുന്നതും. എത്രത്തോളം വെച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയിൽ പോലും പോയിട്ട് പരിപാടികൾ നടത്തുന്ന അദ്ദേഹത്തിന് പങ്കാളിത്തം മാത്രമല്ല നേതൃത്വമുണ്ട്. അപ്പം അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനങ്ങളോട് ബന്ധമില്ലെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ വളരെ വ്യക്തമായി 7/6/2023 പ്രഖ്യാപിച്ച പ്രഖ്യാപനം അബ്ദുൽ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ലെന്ന് 1/4/2023 സമസ്ത മുഷാവറ പ്രഖ്യാപിച്ചതിനാൽ അദ്ദേഹത്തെ വാഫി വഫിയ സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് സമസ്ത മുഷാവറ ആവശ്യപ്പെടുന്നു. വളരെ കൃത്യ സമസ്ത തീരുമാനം. ഇത്ര കൃത്യമായി സമസ്ത പറഞ്ഞു, സമസ്ത നിലപാടെടുത്തു. ആ നിലപാടിനൊപ്പം നമ്മൾ ഉറച്ചുന്നു, നമ്മുടെ ആ നിലപാട് പ്രചരിപ്പിച്ചു. ഇത് മാത്രമാണ് തെറ്റാണെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ തീരുമാനമെടുത്ത് പരസ്യമായി പ്രഖ്യാപിച്ചാൽ അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ സമസ്തയുടെ പ്രവർത്തകരായ നമ്മൾ തയ്യാറാകേണ്ടതില്ലേ? തീർച്ചയായും നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലായി, ഇങ്ങോട്ടുമല്ല അങ്ങോട്ടുമല്ല, മുദബ്ദബീന ബൈനദാലിക ഖുർആൻ ശൈലി എക്കച്ചക്കി നടക്കുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെ ചില ആളുകളുണ്ട്. അത്തരം ആളുകൾ
തെറ്റ് തിരുത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ശക്തി പകരാൻ രംഗത്ത് വരുമ്പോഴേ അവർക്ക് സുന്നി യുവജന സംഘത്തിലെ പ്രവർത്തകനാകാൻ അവകാശമുള്ളൂ, SKSSന്റെ പ്രവർത്തകനാകാൻ അവകാശമുള്ളൂ, ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തകനാകാൻ അവകാശമുള്ളൂ. കാരണം ഈ സമസ്തയുടെ തീരുമാനം അംഗീകരിക്കട്ടെ. അത്തരം ആളുകൾക്കല്ലേ എൻ്റെ ഭരണഘടന അനുസരിച്ച് അതിൽ പ്രവർത്തിക്കാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർ, സഹോദരന്മാർ, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ദുഷ്പ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാകണ്ട. ഞാൻ നിങ്ങളോട് പറയുകയാണ്, മുസ്ലിം ലീഗിനെതിരെ സമസ്ത അല്ലെങ്കിൽ സമസ്തയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ചില നേതാക്കന്മാർ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആദർശ സമ്മേളനം നിർത്തിവെക്കണം എന്നുള്ളതാണ്. അത് ആകാശം പ്രവിശാലമാണ്, അതുകൊണ്ട് യേശുവിൽ വിശ്വസിപ്പിക്കാൻ പണ്ട് ക്രിസ്ത്യാനികളെ അങ്ങാടി നിന്ന് വാഴ്ന്നു പറയാറുണ്ട്. അത് ആകാശം പ്രവിശാലായിക്കോട്ടെ, എന്തിനാണ് യേശുവിൽ വിശ്വസിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ അല്ലാതെ ആദർശ സമ്മേളനങ്ങളും മുസ്ലിം ലീഗും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ആദർശ സമ്മേളനങ്ങളും കോൺഗ്രസും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ആദർശ സമ്മേളനവും CPM തമ്മിൽ എന്ത് ബന്ധമുള്ളത്? കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ഇതുപോലെ നടത്തിയ ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെതിരെ അരവരി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെളിവ് ഹാജരാക്കാൻ ഞങ്ങൾ ഇതാ വെല്ലുവിളിക്കുന്നു. കൊണ്ടുവരാൻ കഴിയില്ല. ദുഷ്പ്രചരണം നടത്താം. അവിടെ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞു, ഇവിടെ പ്രസംഗം. ഈ പ്രസംഗം യൂട്യൂബിൽ ലഭ്യമല്ലേ? പാവപ്പെട്ട സാധാരണക്കാരായ നിഷ്കളങ്കരായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ തെറ്റിദ്ധരിക്കാനുള്ള അത്യന്തം ജുഗുപ്സാവഹമായ നീക്കങ്ങൾ. നമ്മളിത് വഞ്ചിതരാകരുത്. നമുക്ക് വളരെ കറക്റ്റാണ്. ഇത് സമസ്തക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ പൂർവ്വകാലത്തെ പോലെ തന്നെ അതിശക്തമായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രാധാന്യം കൊടുത്ത് അതൊരു വിഷയമാണ്. നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കണം? ആദർശമാണ് പ്രധാനം. ബാഫൊക്കെ തങ്ങൾ പറയാറുണ്ടല്ലോ, മുസ്ലിം ആവുക എന്നിട്ട് മുസ്ലിം ലീഗ്. കാരണം മുസ്ലിം ലീഗ് ആദ്യം മുസ്ലിമാണ്, പിന്നെ ലീഗ്. മുസ്ലിം ആകുക പിന്നെ ലീഗാകുക. അതാണ് സമസ്തി പറയണത്. ആദ്യം യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ സുന്നി, യഥാർത്ഥ മുസ്ലിം. ഒരു യഥാർത്ഥ സുന്നി ആവുക, അപ്പൊ യഥാർത്ഥ മുസ്ലിം ആകും. അതിന് പ്രാധാന്യം കൊടുത്ത് അതിന് സഹായകമായി നമുക്ക് രാഷ്ട്രീയ സംവിധാനങ്ങളും ഭൗതിക സംവിധാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തണം. അത് അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ. പക്ഷെ സമസ്തയുടെ ആദർശങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് മറ്റൊരു മാർഗത്തിന് ശക്തി പകരാൻ ഒരിക്കലും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ കിട്ടുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഞാൻ ആധികാരികമായി പറയുകയാണ്. നമുക്ക് 1, 2, 3 പ്രധാനം നമ്മുടെ ദീനാണ്. അത് മാത്രമേ നമ്മുടെ രക്ഷക്കുണ്ടാവൂ. ഈ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് ഈ കാണുന്ന പ്രതിസന്ധികൾ താൽക്കാലികം മാത്രമാണെന്ന് മനസ്സിലാക്കുക. 97 വർഷക്കാലത്തെ ചരിത്രത്തിൽ എത്രയോ വലിയ പ്രതിസന്ധികൾ, മലവോളം വന്ന പ്രശ്നങ്ങൾ വിജയകരമായി തരണം ചെയ്ത സമസ്തക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. സമസ്ത കേരള ജംഇയ്യത്ത് ഇതൊക്കെ അതിജീവിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഉണർവുണ്ടാക്കാൻ, ദീനീ രംഗത്തൊരു ചൈതന്യമുണ്ടാക്കാൻ, സുന്നത്യമായി ശക്തിപ്പെടുത്താൻ അല്ലാഹു നിശ്ചയിച്ച പ്രക്രിയയുടെ ഭാഗമായിരിക്കും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റിദ്ധരിച്ചു പോയ സഹോദരങ്ങൾക്ക് ആ ധാരണകളൊക്കെ തിരുത്തി സമസ്തക്ക് കരുത്ത് പകർന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറ തീരുമാനമെടുത്താൽ കണ്ണും പൂട്ടി സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പൂർവികരെ പോലെ അവരെയും എത്തിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം അള്ളാഹു നമുക്കും അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ